ഹൈമയിൽ വാഹനാപകടം, സ്വദേശിക്ക് ഗുരുതര പരിക്ക്. ക്രിക്കറ്റ് മത്സരത്തിനിടെ ഹൃദയാഘാതം, ഒമാനിൽ പ്രവാസി യുവാവ് മരിച്ചു. വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ കുടിയേറ്റ പ്രവർത്തനങ്ങളെ അപലപിച്ച് ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ ഹൈമക്ക് സമീപം റിമ മേഖലയിലുണ്ടായ വാഹനാപകടത്തിൽ സ്വദേശിക്ക് ഗുരുതരമായി പരിക്കേറ്റു. സുൽത്താൻ സയ്യിദ് ബിൻ തൈമൂർ സ്ട്രീറ്റിൽ 2 വാഹനങ്ങൾ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. പരിക്കേറ്റയാളെ ഹൈമ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ പരിചരണത്തിനായി റോയൽ ഒമാൻ പോലീസ് എയർവിംഗിന്റെ എയർ ആംബുലൻസിൽ നിസ്വയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിൽ പരിക്കേറ്റ മറ്റ് 5 പേരെ ROP ആംബുലൻസുകളിൽ സമീപത്തെ വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപകട സ്ഥലത്ത് അടിയന്തര രക്ഷാപ്രവർത്തനം നടപ്പിലാക്കുകയും പരിക്കേറ്റവർക്ക് വേഗത്തിൽ വൈദ്യസഹായം ഉറപ്പാക്കുകയും ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഒമാനിൽ ക്രിക്കറ്റ് മത്സരത്തിനിടെ ഹൃദയാഘാതമുണ്ടായ പ്രവാസി മലയാളി യുവാവ് മരിച്ചു. ആലപ്പുഴ തുറവൂർ സ്വദേശി ഷബീർ ബഷീറാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ അൽ ഹെയിലിൽ നടന്ന ക്രിക്കറ്റ് മത്സരത്തിനിടെയാണ് സംഭവം. ജിഫ്നൈൻ ചലഞ്ചേഴ്സ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന ഷബീറിന് മത്സരത്തിനിടെ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു. ഉടൻ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ച് അടിയന്തര ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കഴിഞ്ഞ 14 വർഷമായി ഒമാനിൽ പ്രവാസിയായിരുന്നു ഇദ്ദേഹം. ഇലക്ട്രോമാൻ LLCയിൽ ജീവനക്കാരനായിരുന്നു. ഭാര്യയും മകനുമൊത്ത് മസ്കത്തിലായിരുന്നു താമസം. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഷബീറിന്റെ അപ്രതീക്ഷിത വിയോഗം ഒമാനിലെ പ്രവാസി സമൂഹത്തെയും കായിക പ്രേമികളെയും ദുഃഖത്തിലാഴ്ത്തി. അധിനിവേശ ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്ക് മേഖലയിൽ ഇസ്രായേൽ നടത്തുന്ന കുടിയേറ്റ പ്രവർത്തനങ്ങളെ അപലപിച്ച് ഒമാൻ. ഇസ്രായേലിന്റെ ഏകപക്ഷീയവും അനധികൃതവുമായ ഈ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് ഒമാൻ സുൽത്താനേറ്റ് കുറ്റപ്പെടുത്തി. അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള ആദരവിലൂടെയും ഫലസ്തീൻ ജനതയുടെ സ്വയംഭരണാവകാശം സംരക്ഷിച്ചുകൊണ്ടും മാത്രമേ മേഖലയിൽ നീതിപൂർവവും ശാശ്വതവുമായ സമാധാനം കൈവരിക്കാനാകൂ എന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദി പ്രസ്താവനയിൽ വ്യക്തമാക്കി. സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം സ്ഥാപിക്കുക എന്നത് ഫലസ്തീനികളുടെ അലംഘനീയമായ അവകാശമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെസ്റ്റ് ബാങ്കിൽ 1200-ലധികം വീടുകൾ നിർമ്മിക്കുന്നതിനായുള്ള നടപടികൾ ഇസ്രായേൽ ആരംഭിച്ചതിന് പിന്നാലെ ഫ്രാൻസ്, ഇറ്റലി, ബ്രിട്ടൻ, ജർമ്മനി എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ഇസ്രായേൽ നടപടിയെ ശക്തമായി അപലപിച്ചിരുന്നു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.